നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ നേഷൻസ് ലീഗിൻ്റെ ഫൈനലിൽ പോർച്ചുഗലിനെ നേരിടാൻ പോവുകയാണ് സ്പെയിന്. ഞായറാഴ്ചയാണ് ആ കളി. നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് ആ കളി. ഇന്ത്യൻ സമയം പറയുമ്പോൾ തിങ്കളാഴ്ച പുലർച്ചെ 12:30 സാങ്കേതികമായിട്ട് നമുക്ക് പറയാം. ഏതായാലും ഒരു കിടിലൻ പോരാട്ടം ഒരുങ്ങുന്നു. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, 40 വയസ്സിലും ഫുട്ബോൾ ലോകത്ത് മിന്നിക്കത്തി നിൽക്കുന്ന ഇതിഹാസ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയും 17 വയസ്സിലെ അത്ഭുതങ്ങൾ കാണിക്കുന്ന ലാമിൻ യമാലും ആദ്യമായിട്ട് നേർക്ക് നേർ ഏറ്റുമുട്ടാൻ പോവുകയാണ്. ഇപ്പോൾ ഇന്നലത്തെ കളിയിൽ ഫ്രാൻസിനെ പരാജയപ്പെടുത്തി പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരമൊക്കെ നേടി നിൽക്കുന്ന ലാമിൻ യമാലിനോട് ചോദിക്കുന്നു എന്ന് പറയുന്നു, ക്രിസ്ത്യാനോയെ നേരിടാൻ പോവുകയാണ്, എന്താണ് അഭിപ്രായം? അദ്ദേഹത്തിൻ്റെ മറുപടി, ഞങ്ങളെല്ലാവരും ക്രിസ്ത്യാനോയെ ബഹുമാനിക്കുന്നുണ്ട്, അദ്ദേഹം ഒരു ഫുട്ബോൾ ലെജൻഡാണ്, പക്ഷേ ഞാൻ എൻ്റെ ജോബ് ചെയ്യും, അതായത് വിജയിക്കും, ഞങ്ങൾ വിജയിച്ചിരിക്കും. ഇതാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. ക്രിസ്ത്യാനോ ലെജൻഡൊക്കെ തന്നെ, പക്ഷേ ജയിക്കാനുള്ളത് ഞങ്ങൾ ജയിക്കും എന്ന ആറ്റിറ്റ്യൂഡാണ് ലാമിൻ യമാലിന്. അതാണ് അവനെ വ്യത്യസ്തനാക്കുന്നതും. ഈ ചെറിയ പ്രായത്തിൽ ഏത് വമ്പൻ ടീമിനെയും നേരിടുമ്പോൾ അവന് തെല്ലുമിടർച്ചയില്ല. അവൻ്റെ കഴിവിൽ വിശ്വാസമുണ്ട്. അത് തന്നെ അവൻ ഒരിക്കൽ കൂടി ഈ വാക്കുകളിലൂടെ തെളിയിക്കുന്നത്. അതേസമയം ഇപ്പോൾ റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറിയിട്ടുള്ള ഡീൻ ഹ്യൂയിസൺ പറയുന്നത്, ക്രിസ്ത്യാനോ റൊണാൾഡോ വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ ഹിസ്റ്ററി. തീർച്ചയായിട്ടും ഒരു ഡ്രീമാണ് അദ്ദേഹത്തിനെതിരെ കളിക്കാൻ പറ്റുക എന്നുള്ളത്. അദ്ദേഹത്തെ തടയാൻ പറ്റുമോ നമുക്ക് നോക്കാം എന്നാണ് ഡീൻ ഹ്യൂയിസൻ്റെ വാക്കുകൾ. സ്പാനിഷ് ടീമിലെ ഹ്യൂയിസൻ അങ്ങനെ പറയുമ്പോൾ യമാൽ ഞങ്ങൾ വിജയിക്കുമെന്ന് തന്നെ വീണ്ടും പറയുകയാണ്. ലാമിൻ യമാലിനോട് പോർച്ചുഗലിനെതിരെയുള്ള ഫൈനലിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, അത് എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കളി, സാധാരണ കളിക്കുന്ന മറ്റൊരു കളി പോലെ, ജസ്റ്റ് ലൈക്ക് അനദർ മാച്ച് എന്ന് പറയുമ്പോൾ ഈ കളി നോക്കുക, ഈ കളി പോലെ തന്നെ ഈ കളിയിലും നമ്മൾ കളിച്ചത് ബിഗ് ടീമിനെതിരെയാണല്ലോ, ഫ്രാൻസിനെതിരെയാണല്ലോ. അതുപോലെ തന്നെ ആ കിരീടം തിരികെ കൊണ്ടുപോകാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ ഹോപ്പ് ടു ബ്രിങ് ദി കപ്പ് ബാക്ക് ടു സ്പെയിൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്പെയിനിലേക്ക് ആ കപ്പ് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ അദ്ദേഹം പങ്കുവെക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.